നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രക്കാർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. സാങ്കേതിക തകരാർ, വിമാനം വൈകി പുറപ്പെടൽ എന്നിവയുടെ പേരിൽ ദിനം പ്രതിയാണ് യാത്രക്കാരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസിന് പഴി കേൾക്കേണ്ടി വരുന്നത്. അടുത്തിടെയായി ഈ ഒരു സമീപനം തന്നെയാണ് വിമാന കമ്പനിയിൽ നിന്നും യാത്രക്കാർക്കുണ്ടാകുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഇതിൽ അധികൃതർ ഒരു കൃത്യമായ പരിഹാരം കണ്ടെത്താത്തതിനാൽ യാത്രക്കാർ നിരവധി തവണ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും തെല്ലും മാറ്റമില്ലാതെ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടാൻ വൈകുകയാണ്. ഇന്ന് രാവിലെ 8:30 പുറപ്പെടേണ്ട കരിപ്പൂർ ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് വൈകുന്നത്. യന്ത്ര തകരാർ കാരണമെന്നാണ് വിമാനം പുറപ്പെടാൻ വൈകുന്നതിന് കാരണം എന്നാണ് ലഭിക്കുന്ന വിവരം. രാവിലെ 8:30 യാത്രക്കാരെ വിമാനത്തിൽ കയറ്റിയെങ്കിലും 11 മണിയോടെ എല്ലാ യാത്രക്കാരെയും വിമാനത്തിൽ നിന്ന് തിരിച്ചിറക്കുകയായിരുന്നു. വിമാനത്താവളത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 180ഓളം യാത്രക്കാരാണ് ഇതോടെ കുടുങ്ങിക്കിടക്കുന്നത്. തകരാർ പരിഹരിച്ച ശേഷം ഇതേ വിമാനത്തിൽ യാത്രക്കാരെ തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നാണ് വിവരം. ഇവിടെ നിന്ന് ദുബായിലേക്കുള്ള യാത്രയ്ക്ക് വിമാനം സജ്ജീകരിച്ചിട്ടുണ്ടോ എന്നുള്ള മറ്റ് വിശദീകരണങ്ങളൊന്നും തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ കൃത്യമായി യാത്രക്കാർക്ക് നൽകിയിട്ടുമില്ല. ഈ ആഴ്ച ഇത് രണ്ടാമത്തെ തവണയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ സാങ്കേതിക തകരാറിന്റെ പേരിൽ യാത്ര മുടങ്ങുന്നത്. 23-ന് യന്ത്ര തകരാറിനെ തുടർന്ന് കോഴിക്കോട് നിന്ന് ദുബായിലേക്ക് രാവിലെ 8:30 പുറപ്പെടുന്ന ഇതേ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയിരുന്നു. മുഴുവൻ യാത്രക്കാരുടെയും എമിഗ്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ബോർഡിങ്ങിന് പ്രവേശിക്കാനുള്ള അറിയിപ്പ് കിട്ടിയ ശേഷമാണ് വിമാനത്തിന് യന്ത്ര തകരാറുള്ളതായി യാത്രക്കാർക്ക് അറിയിപ്പ് ലഭിച്ചത്. എയർപോർട്ട് റൺവേ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ അടയ്ക്കുന്നതിനാൽ 6 മണിക്ക് ശേഷം ഇതേ വിമാനത്തിന്റെ തകരാർ പരിഹരിച്ച് അതിൽ കയറ്റിവിടുകയോ വൈകുന്നേരം 7-നുള്ള വിമാനത്തിൽ ദുബായിലേക്ക് കയറ്റിവിടുകയോ ചെയ്യുമെന്നാണ് ഡെപ്യൂട്ടി മാനേജർ നേരിട്ടെത്തി യാത്രക്കാരെ അന്ന് അറിയിച്ചത്. ഇതിനെതിരെ യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. UAE-യിൽ വിദ്യാലയങ്ങൾ തുറക്കുന്നതിനാൽ നിരവധി സ്ത്രീകളും കുട്ടികളുമാണ് വിമാനത്തിൽ പുറപ്പെടാനായി ഉണ്ടായിരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.